Hello friends, welcome to Toppers World. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ മോഡൽ എക്സാം ആണ്. സെക്കൻഡ് ടേം അതായത് ക്രിസ്മസ് എക്സാമിന്റെ മോഡൽ എക്സാം ആണ് മാത്തമാറ്റിക്സ്. കേരള സിലബസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള പാഠത്തിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് വരുന്നുണ്ടോ എല്ലാ പോർഷൻസും കവർ ചെയ്യുക കേട്ടോ. എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ നോക്കുക. ആദ്യം ക്വസ്റ്റ്യൻസും അതിനുശേഷം ആൻസറുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ്, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞ ആദ്യ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നോക്കാം. 25,000 rupees deposited in a bank earned 2,000 rupees as interest in a year. 25,000 രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു, ഒരു വർഷം കൊണ്ട് 2,000 രൂപ പലിശ കിട്ടി. വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് പേഴ്സൻറ്റ്? അപ്പോൾ ഈ പറഞ്ഞ ഈ 2,000 രൂപ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേഴ്സൻറ്റേജ് എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദ ഡിഫറൻസ് ഓഫ് എനി ടു മൾട്ടിപ്പിൾസ് ഓഫ് 3 എഗൈൻ എ മൾട്ടിപ്പിൾ ഓഫ് 3 വൈ? ഈസ് ദ ഡിഫറൻസ് ഓഫ് എനി ടു മൾട്ടിപ്പിൾസ്, ഏതെങ്കിലും 2 മൾട്ടിപ്പിൾസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണെങ്കിൽ, എഗൈൻ എ മൾട്ടിപ്പിൾ ഓഫ് 3, വീണ്ടും എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ വരുമെന്നാണ് പറയണത്. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യണം. ആക്ടിവിറ്റി 2, റൈറ്റ് ദ നമ്പേഴ്സ് ബിലോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. ഈ തന്നിരിക്കുന്നതിനെ പ്രൈം പ്രോഡക്റ്റുകളായിട്ട് എഴുതണം. 24, 35, 36. ആക്ടിവിറ്റി 3, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യ ക്വസ്റ്റ്യൻ, ടേക്ക് എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഏതെങ്കിലും തുടർച്ചയായി വരുന്ന 4 സംഖ്യകൾ എടുക്കുക. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് വരുന്ന നമ്പറും ലാസ്റ്റ് വരണം. ആൻഡ് ഓൾസോ ദ സം ഓഫ് ദ മിഡിൽ 2 നമ്പേഴ്സ്. ഇടയിൽ വരുന്ന 2 എണ്ണത്തിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. ടേക്ക് അതർ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ ടേക്ക് അതർ 4, തൊട്ട് അടുത്ത് വരുന്ന 4 എണ്ണം കൂടി എടുക്കുക. ആൻഡ് ചെക്ക്, എഗൈൻ ചെക്ക് ചെയ്ത് നോക്കുക. വൈ ആർ ദ സംസ് ദ സെയിം എവറി ടൈം? എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ സമ്മ് സെയിം ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസ്റ്റെഡ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ടേക്ക് 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. 4 എണ്ണം എടുക്കുന്നതിന് പകരം കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറുകൾ എടുക്കുക. തുടർച്ചയായി വരുന്ന സംഖ്യകളെയാണ് കേട്ടോ ഈ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. The sum of the first and the last numbers is equal to which other pairs? അപ്പോൾ ആദ്യ നമ്പറും അവസാന നമ്പറും നമ്മൾ കൂട്ടി നോക്കുമ്പോൾ, ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഈക്വൽ ആയിരിക്കും. അതും വേറെ ഏത് പെയറുമാണ് ഈക്വലായി വരിക? വൈ ഈസ് ദിസ് സോ? എന്തുകൊണ്ട് എന്ന് എഴുതുക. ആക്ടിവിറ്റി 4, കാൽക്കുലേറ്റ് ദ ആംഗിൾ മെഷർമെൻ്റ് ആണ്. നമുക്ക് ഇവിടെ 70 തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടവിടെയുള്ള ആംഗിൾ എഴുതുക. ബി ക്വസ്റ്റ്യനും ഇതുപോലെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആദ്യം 100 ഡിഗ്രിയും 80 ഡിഗ്രിയും തന്നിട്ടുണ്ട്. താഴെയുള്ള 2 ആംഗിളുകളും നമ്മൾ കാണണം. സി ക്വസ്റ്റ്യൻ, എമംഗ് ദ 3 ആംഗിൾസ് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ ദ ആംഗിൾസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ ഈക്വൽ, ഹൗ മച്ച് ഈസ് ഈച്ച്? അപ്പോൾ ഇവിടെ നമുക്ക് 3 ആംഗിൾ തന്നിട്ടുണ്ട്. അതിൽ സെൻറ്ററിൽ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളവിടെ ഏത് ആംഗിളാണ് വരിക എന്ന് കണ്ടുപിടിക്കുക. ആക്ടിവിറ്റി 5, കാൽക്കുലേറ്റ് ദ കോഷ്യൻസ് ബിലോ ആണ്. ഡിവൈഡ് ചെയ്ത് ഇതിൻ്റെ എല്ലാം കോഷ്യൻറ്റുകൾ എഴുതുക കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. 345 ഡിവൈഡ് ബൈ 15, 495 ഡിവൈഡഡ് ബൈ 45, 875 ഡിവൈഡഡ് ബൈ 125. ഇനി ആക്ടിവിറ്റി 6 ആണ്. ഫൈൻഡ് ഓൾ ദ പ്രൈംസ് ലെസ് ദാൻ 100. 100ൽ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രൈംസ് ദാറ്റ് ഡിഫർ ബൈ 2 എമംഗ് ദീസ്. ഓക്കെ, പിന്നെ നമ്മൾ ആ പ്രൈം പെയറുകൾ എഴുതിയിട്ട് അതിൻ്റെ ഡിഫറൻസ് 2 വരുന്ന നമ്പറുകളും പെയറുകളും എഴുതുക. 2, ക്യാൻ ദ പ്രോഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ബി എ പ്രൈം? 2 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് പ്രൈം നമ്പർ ആകുമോ? അടുത്തത്, ക്യാൻ ദ സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ബി പ്രൈം? 2 പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മ് പ്രൈം ആകുമോ? ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നമ്മൾ എഴുതണം. ഇനി നമുക്കിതിൻ്റെ ആൻസർ കീ നോക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് ഏതൊക്കെ പാഠത്തിൽ നിന്നാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് നോക്കുക. ശേഷം നിങ്ങൾ അതെല്ലാം ഒന്നുകൂടി നോക്കി റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. നോക്കാം. ആക്ടിവിറ്റി 1ൻ്റെ ആൻസർ ഇൻട്രസ്റ്റ് കാണാനാണ്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് I = P × R × T by 100. P പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എത്ര ഡ്യൂറേഷൻ, എത്ര വർഷം. ദെൻ ബൈ 100ലാണ് നമ്മൾ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാനുള്ളത് 6 ആണ്. കാരണം നമുക്കിവിടെ P എത്രയാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. I ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. കിട്ടിയത് 2,000 ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. 25,000 ആണ് ഡിപ്പോസിറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്.
എത്ര വർഷത്തേക്കാണെന്ന് പറയുന്നുണ്ട്? 1 വർഷത്തേക്കാണെന്നും പറയണം. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. നമുക്ക് കാണേണ്ട ആളാരാണ്? 6 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 6 കാണാൻ വേണ്ടിയിട്ട് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. I × 100 / P × T. R = I എന്താ? 2000. അത് എഴുതി ഇൻറ്റു 100 / 25,000 × 1 ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യണ മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. ഈ 100-ൽ 2 പൂജ്യവും ഈ 25,000-ൽ 2 പൂജ്യവും കട്ട് ചെയ്യാം. പിന്നെ ഈ 2000-ലെ ഈ ഒരു സീറോയും ഈ ഒരു സീറോയും കട്ട് ചെയ്യുക. പിന്നെ നമുക്കിവിടെ 200/25 ആണ് ഉള്ളത് അല്ലേ? 200/25 ചെയ്താൽ നമുക്ക് 8% ആൻസർ കിട്ടും. അടുത്തത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 24 ആണ്. 24-ന്റെ ഫാക്ടറൈസേഷൻ നോക്കുക. 2 × 12 24 വരും. 2 × 6 2 × 3. അപ്പോൾ ഇത്രയും നമ്പറുകളാണ് നമുക്ക് 24-ന്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരിക. ഏതൊക്കെയാ? 2, 3, 6, പിന്നെ 12, 24 ഇത്രയും വരുന്നുണ്ട് അല്ലേ? ഫാക്ടേഴ്സ് ആർ ഓൾ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് എഴുതുക? നമ്മൾക്ക് കിട്ടിയതെല്ലാം എടുത്ത് ആദ്യം എഴുതുക അല്ലേ? ഈ 2 ഇതെല്ലാമാണ് 2 × 2 × 2 × 3. അപ്പോൾ നമുക്കിത് LCM മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ 24-നെ എടുത്ത് എഴുതിയിട്ടേ ഇങ്ങനെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്യാം. ഇതുപോലെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12 വരും. 12-നെ വീണ്ടും ചെയ്യുക. അപ്പോൾ 6 വരും. അത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടി നമ്മൾ സോർട്ട് ചെയ്ത് ചെയ്യണു. ദെൻ 3 വരും. കണ്ടോ? 2 × 2 × 2 × 3 വന്നത് കണ്ടോ? അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. 2 × 2 × 2 × 3 വന്നു. LCM കാണുക. ഇനി നമുക്ക് എത്ര 2 ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 2 ആ 3 എന്ന് എഴുതി വെക്കുക. 3 എത്ര എണ്ണമാണ്? 1 ആണ്. അപ്പോൾ ഒരു 3. ഇതാണ് നമ്മുടെ ആൻസർ. 2⁵3 × 3 ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് 35 അതേപോലെ തന്നെയാണ്. 35 നിങ്ങൾക്ക് LCM മെത്തേഡിൽ ചെയ്യാം. ഇതുപോലെ എഴുതുക. പിന്നെ നമ്മൾ 5 വെച്ചിട്ട് ഒരു പ്രൈം നമ്പർ വെച്ച് മാത്രമേ LCM കാണാൻ പറ്റുള്ളൂ. 7 വരും. ഇനി 7 പോകില്ല. 7 ഒരു പ്രൈം നമ്പർ ആണ്. വീണ്ടും മൾട്ടിപ്ലിക്കേഷനോ ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ 5ഉം 7ഉം ആണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 5 × 7. നെക്സ്റ്റ് വരുന്നത് 36 ആണ്. 36-ന് ഇതുപോലെ തന്നെ ചെയ്യുക. 36-ന് നമുക്ക് LCM തന്നെ വേണമെങ്കിൽ കാണാം. 18 വരും. 9 വരും. 9-നെ വീണ്ടും 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. 3 വെച്ച് ചെയ്യാം. 3 വരും. അപ്പോൾ 2 × 2 × 3 × 3 എന്ന് വരും. കണ്ടോ? 2 × 2 × 3 × 3 വരും. 2 2 അല്ലേ? അപ്പോൾ 2⁵2 എന്ന് എഴുതുക. × 3 എത്ര എണ്ണം വന്നിട്ടുണ്ട്? 2. അപ്പോൾ 3⁵2 എന്ന് എഴുതുക. ഇതാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് 4 നമ്പറുകൾ എടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ആദ്യം തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. യെസ്, ദ സം ആർ ദ സെയിം എവറി ടൈം ബിക്കോസ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഈസ് ദ സെയിം ആസ് ദ ആവറേജ് ഓഫ് ദ 2 മിഡിൽ നമ്പേഴ്സ്. കണ്ടല്ലോ? ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 നമ്പർ എടുക്കുക പറഞ്ഞാൽ 1 2 3 4 എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ആദ്യ നമ്പറും അവസാനത്തെ നമ്പറും ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 1 + 4 എന്താ വരിക? 5 വരുന്ന കണ്ടോ? അതുപോലെ ഈ മിഡിലെ 2 നമ്പർ ആഡ് ചെയ്ത് നോക്കൂ. 2 + 3 എന്താ വരിക? 5 അല്ലേ? ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. സം സെയിം ആണ്. പിന്നെ അതുപോലെ ആദ്യം വന്നതിൻ്റെ ആവറേജ് തന്നെയാണ് എന്ത് വരിക? മിഡിലും വരിക. അതിന് നമുക്ക് ആൽജിബ്രയിൽ വേണമെങ്കിൽ ചെയ്യാം. n+1 n+2 n+3 എന്ന് പറഞ്ഞ 4 നമ്പറുകളെയാണ് നമ്മളിങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആൽജിബ്രിക്കലി ആണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമ്പിൾ വെച്ചും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം ഈ n എന്ന ആദ്യ നമ്പറിനെയും n+3 എന്ന ലാസ്റ്റ് നമ്പറിനെയും ആഡ് ചെയ്യുന്ന പോലെ കാട്ടുക. അതായത് ഇതുപോലെ. അപ്പോൾ 2n+3 വരും. 2n n+n 2n-ഉം 3-യും. എന്നിട്ട് മിഡിൽ നമ്പർ എടുക്കുക. ഇവിടെ മിഡിൽ ആരൊക്കെയാ? ഇവരാണ് മിഡിൽ. n+1-ഉം n+2. അവരെയും ഇതുപോലെ ആഡ് ചെയ്യണ പോലെ കാണിക്കുക. 2n-ഉം ഈ 1 + 2 3. അപ്പോഴും 2n+3. സിൻസ് ബോത്ത് സം ഈക്വൽ 2n+3 ദേ ആർ ഓൾവേസ് സെയിം. എപ്പോഴും ഒരേപോലെ വരും. ഇത് ഞാൻ ഇവിടെ നമ്പറിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഇതെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇനി ഇതേപോലെ തന്നെ 6 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. അതായത് ഇതുപോലെ 6 നമ്പേഴ്സ് എടുക്കുക. ആദ്യ നമ്പറും അവസാന നമ്പറും ആഡ് ചെയ്യുക. അപ്പോഴും 7. ഇനി രണ്ടാമത്തെ നമ്പറും ആ 5 ആഡ് ചെയ്യുക. അപ്പോഴും 7. പിന്നെ ഈ മിഡിൽ 3ഉം 4ഉം ആഡ് ചെയ്യുക. അപ്പോഴും 7 ആണ്. കണ്ടോ? അതാണ് ഇവിടെ n+1 n+2 n+3 n+4 n+5 എന്ന് പറഞ്ഞ 6 നമ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുന്നതിന് പകരമാണ് ആൽജിബ്രയിൽ നമ്മളൊരു ലെറ്റർ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പറയുന്നത് മനസ്സിലാകുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അപ്പം നമ്മൾ ആദ്യം ഈ n-നെയും അവസാനത്തെ n+5-നെയും കൂട്ടി. അപ്പോൾ 2n+5 വന്നു. രണ്ടാമത്തെ n+1-നെയും
ഈ ലാസ്റ്റ് n+4 ആഡ് ചെയ്തു, അപ്പോഴും 2n+5 ആണ്. ഇനി ആ മിഡിൽ വരുന്ന ആൾക്കാരെയും നമ്മൾ ആഡ് ചെയ്തു, അപ്പോഴും 2n+5 ആണ്. സോ ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് നമ്പേഴ്സ് ആൻഡ് ഓൾസോ ദ സം ഓഫ് ദ തേർഡ് ആൻഡ് ഫോർത്ത് നമ്പേഴ്സ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് നാലാമത്തതിൻ്റെ ആൻസർ ആംഗിൾ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഇതേപോലത്തെ ഒരു ഫിഗറാണ്. ഇവിടെ 70 തന്നിട്ടല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയണം, നമ്മൾ മൊത്തത്തിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് രണ്ട് വശം കൂടി ആഡ് ചെയ്ത ആംഗിൾ മെഷർമെൻറ്റ് 180 ആണ് വരിക. ആ 180-ൽ നിന്ന് 70 പോയാൽ നമുക്ക് എന്ത് വരും? ലാസ്റ്റ് ആൻസർ 110 ആൻസർ വരും, 110. ഈ 110 ആണ് ഇവിടെ വരിക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങളാണ്, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ഇതായിരുന്നു ഫിഗർ അല്ലേ. അതിൽ ഒരു ഭാഗം തന്നിട്ടുണ്ട്, ഇവിടെ 80-ഉം ഇവിടെ 100-ഉം തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് തുല്യമായിരിക്കും. അതായത് ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 80 ആയിരിക്കും, ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100 ആയിരിക്കും. ഒരു സൈഡ് 180 കേട്ടോ, ഇപ്പുറത്തെ സൈഡ് 180 തന്നെ ആയിരിക്കും. ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും, ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. അപ്പം മേലത്തെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഊഹിക്കുക അതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും അതന്നെ ആയിരിക്കും. ഓക്കെ, സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് സി ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഫിഗർ കേട്ടോ. ഇവിടെ 30 ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ഈ മേലത്തെ മൊത്തം എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് വരേണ്ടത് 180 ആണ്, 180 ഡിഗ്രി ആണ്. ഈ 180 ഡിഗ്രിയിൽ 30 ഇവിടെ കൊടുത്തിരിക്കുന്നു. ആ 30-നെ നമുക്കങ്ങ് മൈനസ് ചെയ്ത് കളയാം. അപ്പം നമുക്ക് എന്ത് വരും? 150 എന്ന് വരും അല്ലേ. 180 ആണ്. പിന്നെ അവരിവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇവിടത്തെ ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ 180-നെ നമ്മൾ വീണ്ടും ഒന്ന് /2 ചെയ്യുക, പകുതിയാക്കുക. 180-നെ പകുതിയാക്കി 75 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇവിടെ 75 ഡിഗ്രി ആണ്, ഇവിടെയും 75 ആണ്. ഓക്കെ, ഇതാണ് ആൻസർ വരിക കേട്ടോ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ഇത് പറഞ്ഞ എന്തിനാ വെച്ചാൽ ഇതാണ് സിമ്പിൾ മെത്തേഡ്. ഇനി ആക്ടിവിറ്റി 5 കോഷ്യന്റ് കണ്ടുപിടിക്കാനാണ്. കോഷ്യന്റ് നിങ്ങൾ 345-നെ 15 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കൂ, നമ്മുടെ ആൻസർ 2 വരും. ഓക്കെ, അതേപോലെ തന്നെ 345-നെ 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കാണാം. 2 പ്രാവശ്യം 30 വരും. 45-നെ ഇറക്കി ഇടുക, 3 തവണ 45 വരും. 23 ആൻസർ വരിക കേട്ടോ. 23 ആൻസർ വരും. കോഷ്യന്റ് അതാണ്, മേലെ വരുന്നതാണ് കേട്ടോ കോഷ്യന്റ്. റിമൈൻഡർ താഴെ വരുന്നത് 0. അടുത്തത് 495-ന് 45 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 11 ആൻസർ വരും. 875-ന് 125 വെച്ച് കഴിയുമ്പോൾ 7 ആൻസർ വരും. ഈ ആൻസർ തന്നെയാണ് കോഷ്യന്റ്, അടിയിൽ വരുന്നത് റിമൈൻഡർ കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് ആണ്. 100-ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ ആദ്യം ഒന്ന് എഴുതി വെക്കുക. 25 എണ്ണം ഉണ്ടായിരിക്കും. നമ്പർ ഉണ്ട് കേട്ടോ ഇതിൽ. ഈ 97 വരെ മൊത്തം 100-ന്റെ ഉള്ളിൽ വരുന്ന പ്രൈം നമ്പേഴ്സ് 25 എണ്ണമാണ്. അതിൽ 2 ഡിഫറൻസ് വരുന്ന പ്രൈം പെയറുകൾ എഴുതാൻ പറഞ്ഞു. 3ഉം 5ഉം നോക്കൂ, 5ഉം 3ഉം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരിക. അപ്പോൾ അതൊരു പെയർ ആണ്. 5ഉം 7ഉം ഇതിൻ്റെ ഇടയ്ക്ക് 7-ന്ന് 5 പോയാലും എന്തുതന്നെയാണ്? 2 ആണ് അല്ലേ ഡിഫറൻസ്. പിന്നെ 11ഉം 13ഉം 2 ഡിഫറൻസ് ഉണ്ട്. 17, 19, 29, 31, 41, 43, 59, 61, 71, 73. ഇതാണ് ആദ്യത്തെ പ്രൈം പെയറുകൾ. ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് 2 ആണ്. അടുത്തത് അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ ദ പ്രോഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ബി എ പ്രൈം? 2 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നോക്കിയാൽ അത് പ്രൈം വരുമോ എന്നാണ് ചോദ്യം. യെസ്, ഇഫ് വൺ ഓഫ് ദ നാച്ചുറൽ നമ്പർ ഈസ് 1 ആൻഡ് ദ അതർ ഈസ് പ്രൈം നമ്പർ ഇറ്റ് സെൽഫ്. എ പ്രൈം നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1. പ്രൈം നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. 1 വരില്ല കേട്ടോ, 1 പ്രൈം അല്ല. അപ്പോൾ 1 നമ്മൾ എടുക്കില്ല. ദർ ആസ് നോ പോസിറ്റീവ് ഡിവൈസസ് അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ്. പിന്നെ ക്യാൻ ദ സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ബി പ്രൈം എന്ന് ചോദിച്ചിട്ടുണ്ട്. 2 പ്രൈമിൻ്റെ സമ്മ് എഗൈൻ പ്രൈം ആകുമോ എന്നാണ് ചോദ്യം. 2 പ്രൈം നമ്പർ എടുത്ത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ 2, 3 എടുക്കുക, 5 പ്രൈം നമ്പറാണ് ആണോ? അതെ. ഇനി നമുക്കൊരു 5, 3 ആഡ് ചെയ്ത് നോക്കാം.
5, 6, 7, 8 പ്രൈം വരുന്നുണ്ടോ? 8 പ്രൈം അല്ല. അപ്പോൾ ക്യാൻ സം ഓഫ് 2 നമ്പേഴ്സ്, യെസ് സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ക്യാൻ ബി എ പ്രൈം നമ്പർ. അത് ചില കേസിൽ മാത്രമേ പ്രൈം ആവുള്ളൂ കേട്ടോ. നമ്മൾ 2 പ്രൈം നമ്പർ എടുത്തിട്ട് ആഡ് ചെയ്യണ സമയത്ത് അത് പ്രൈം ആകുന്നുണ്ട്, ബട്ട് എല്ലാ കേസിലും അത് പ്രൈം ആവില്ല. അതാണ് വ്യത്യാസം. ദ ഓൺലി കേസ് ഈസ് വെൻ വൺ ഓഫ് ദ പ്രൈം ഇസ് 2 ആൻഡ് ദ അതർ ഇസ് ആൻ ഓഡ് പ്രൈം സച്ച് ദാറ്റ് ദെയർ സം ഇസ് ഓൾസോ ആൻ ഓഡ് പ്രൈം. ഇതാ കണ്ടല്ലോ, ഇത് മാത്രമേ ആ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് നോട്ട് ഓൾ ടൈം ആണിത്. നോ എസ്സും പറയാൻ പറ്റില്ല, നോവും പറയാൻ പറ്റില്ല. അതിന് എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി നിങ്ങൾ. ബിക്കോസ് എന്താ വെച്ചാൽ എല്ലാ പ്രൈമും ആഡ് ചെയ്യുമ്പോൾ എഗൈൻ ഒരു പ്രൈം വരില്ല. സം ഓഫ് എനി 2 ഓഡ് പ്രൈംസ് ഇസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 2 ആൻഡ് ദെർഫോർ നോട്ട് പ്രൈം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഒന്നും പഠിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നും. നന്നായി പഠിച്ചിട്ട് പോവുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ തുടർന്ന് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.